തമിഴ്നാട്ടിലെ കസ്റ്റഡി മരണങ്ങളിൽ ചെന്നൈയിൽ തമിഴക വെട്രിക് കഴകത്തിന്റെ പ്രതിഷേധം. സ്റ്റാലിന്റേത് സോറി മോഡൽ സർക്കാർ എന്ന് പാർട്ടി അധ്യക്ഷൻ വിജയ് ആരോപിച്ചു. പോലീസ് കസ്റ്റഡിയിലിരിക്കെ മരിച്ചവരുടെ ബന്ധുക്കളും വേദിയിൽ നിരനിന്നു. കർശന ഉപാധികളോടെയാണ് പ്രതിഷേധത്തിന് പോലീസ് അനുമതി നൽകിയത്. രാഷ്ട്രീയ പാർട്ടി ആരംഭിച്ചതിനു ശേഷമുള്ള വിജയുടെ ആദ്യ പൊതു പ്രക്ഷോഭമാണിത്. സ്റ്റാലിൻ സർക്കാരിന്റെ കാലത്ത് നടന്ന എല്ലാ കസ്റ്റഡി മരണങ്ങളിൽ മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്ന് വിജയ് ആവശ്യപ്പെടുന്നു. അജിത് കുമാറിന്റെ കേസ് മാത്രം എന്തിന് CBIക്ക് കൊടുത്തുവെന്ന് വിജയ് ചോദിച്ചു. എല്ലാത്തിനും കോടതിയിൽ പോകാൻ ആണെങ്കിൽ സർക്കാർ എന്തിനാണെന്നും എല്ലാത്തിനും മാപ്പ് പറയാൻ മാത്രമുള്ള സർക്കാരാണ് തമിഴ്നാട്ടിലേതെന്നും വിജയ് വിമർശിക്കുന്നു. സർക്കാരിന്റെ അവസാന സമയമായപ്പോഴേക്കും കണ്ണിൽ പൊടിയിടാനായാണ് കേസ് CBIക്ക് കൈമാറിയതെന്നാണ് വിജയ് പറയുന്നത്. ജൂൺ 27-നാണ് ക്ഷേത്രത്തിൽ നടന്ന ഒരു മോഷണവുമായി ബന്ധപ്പെട്ട് സെക്യൂരിറ്റി ജീവനക്കാരനായ 29-കാരൻ അജിത് കുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. അറസ്റ്റ് ചെയ്ത അജിത് കുമാറിനെ പിന്നെ കുടുംബം കാണുന്നത് ജീവൻ നഷ്ടപ്പെട്ട നിലയിലാണ്. അപസ്മാരം ബാധിച്ചു മരണം എന്നായിരുന്നു. കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ മരണം സംഭവിച്ചു എന്നെല്ലാമാണ് അന്ന് പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. മദ്രാസ് ഹൈക്കോടതി ഇതിനെ വിമർശിച്ചത് സ്വന്തം പൗരനെ കൊന്നു എന്നായിരുന്നു. അജിത് കുമാറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് മർദ്ദിക്കുന്ന വീഡിയോ ഒക്കെ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ശരീരത്തിൽ 44 മുറിവുകളാണ് ഉണ്ടായിരുന്നത്. സംഭവം ഉണ്ടായത് തമിഴ്നാട് ശിവഗംഗ ജില്ലയിലാണ്. ഭദ്രകാളി അമ്മൻ ക്ഷേത്രം മടപ്പുറം എന്ന അമ്പലത്തിൽ JP നികിത എന്ന യുവതിയുടെ സ്വർണം നഷ്ടപ്പെട്ടു എന്ന പരാതിയിലായിരുന്നു അറസ്റ്റ് നടന്നത്. അന്ന് തന്നെ അത് സംബന്ധിച്ച അഭ്യൂഹങ്ങൾ ചർച്ചയായിരുന്നു. കസ്റ്റഡി മരണവും അത് തമിഴ്നാട്ടിൽ ഒരു സാധാരണ സംഭവമായി തുടരുകയാണ്. അതോടെ സ്റ്റാലിൻ CBI അന്വേഷണത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. കേസിൽ പ്രതികളായത് 5 പോലീസുകാരാണ്. കൂടാതെ FIR ഫയൽ ചെയ്യുന്നതിൽ എടുത്ത കാലതാമസവും ഫോറൻസിക് തെളിവുകൾ സ്വീകരിക്കുന്നതിലുള്ള പരാജയവും മുതിർന്ന ഉദ്യോഗസ്ഥരുടെ അഭാവവും വിവാദങ്ങൾ സങ്കീർണമാക്കി. ഇപ്പോൾ CBI RSSന്റെയും BJPയുടെയും കയ്യിലായെന്നാണ് വിജയ് ആരോപിക്കുന്നത്. അജിത് കുമാറിന്റെ കസ്റ്റഡിയിലെടുത്ത ശേഷം ആളൊഴിഞ്ഞ മൈതാനത്ത് വെച്ച് പോലീസ് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ആന്തരിക രക്തസ്രാവമാണ് മരണകാരണം. അജിത്തിന്റെ മുഖത്തും സ്വകാര്യ ഭാഗങ്ങളിലും പോലീസ് മുളകുപൊടി തേച്ചിരുന്നു. സംഭവത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ സർക്കാരിനെതിരായ പ്രതിഷേധം കടുപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അന്നും പ്രതിഷേധം ശക്തമായിരുന്നു. നടന്ന அந்த கொடுமைக்கு CM அவர்கள் சாரி சொன்னாங்க, தப்பு இல்ல. இப்ப அதோட சேர்த்து இதையும் கொஞ்சம் பண்ணிருங்க CM சார். உங்களுடைய ஆட்சி காலத்துல இதே மாதிரி போலீஸ் விசாரணையில 24 பேர் இறந்து போயிருக்கிறாங்க. அந்த 24 பேரோட குடும்பத்துக்கும் நீங்க சாரி சொன்னீங்களா? தயவு செஞ்சு சாரி சொல்லிருங்க. அஜித் குமார் அவர்கள் குடும்பத்துக்கு நீங்க கொடுத்த நிவாரணம் மாதிரி இந்த 24 பேர் குடும்பத்துக்கும் நீங்க நிவாரணம் கொடுத்தீங்களா? தயவு செஞ்சு நிவாரணம், அந்த நிவாரணத்தையும் கொடுத்துருங்க. சாத்தான்குளம் ஜபராஜ் ஃபெனிக்ஸ் அந்த கேஸ் வந்து CBIக்கு மாத்தினப்போ இது தமிழ்நாட்டோட காவல்துறைக்கு அவமானம்னு சொன்னீங்க. இன்னைக்கு நீங்க உத்தரவிட்டதுக்கு பேர் என்னங்க சார்? அதேதானே அன்னைக்கு நீங்க சொன்னதும் இன்னைக்கு நடக்கிறதும் அதேதானே? அதே CBI தானே? அதே CBI RSS BJPயோட கைப்பாவையாத்தான் இருக்கு. ஏன் நீங்க அங்க போய் ஒளிஞ்சிக்கிறீங்க? ஏன்னா தமிழக வெற்றி கழகம் TVK சார்பா நீதிமன்றத்தோட நேரடி கண்காணிப்புல ஒரு சிறப்பு புலனாய்வு குழு விசாரணை அமைக்கணும்னு ரொம்ப ஸ்ட்ராங்கா கேட்டிருக்கோம். அதனால அந்த பயத்துல நீங்க ஒன்றியத்தோட ஆட்சிக்கு பின்னாடி நீங்க போய் ஒளிஞ்சிக்கிறதுக்கு காரணம். இன்னும் உங்களோட ஆட்சியில் இன்னும் எத்தனை அட்ராசிட்டிஸ், அண்ணா யூனிவர்சிட்டி கேஸ்ல இருந்து இன்னைக்கு அஜித் குமார் அவர்கள் கேஸ் வரைக்கும் எல்லாத்துக்கும் நீதிமன்றம் தலையிட்டு உங்க கவர்மெண்ட் கேள்வி கேட்டுக்கிட்டு இருக்கு. எல்லாத்துக்கும் நீதிமன்றம் தலையிட்டு கேள்வி கேட்கணும்னா அப்புறம் நீங்க எதுக்குங்க சார்? உங்க ஆட்சி எதுக்குங்க சார்?
நீங்க உட்கார்ந்து இருக்கிற அந்த சிஎம் பதவி எதுக்குங்க சார்? எப்படி கேள்வி கேட்டாலும் உங்ககிட்ட இருந்து எந்த பதிலும் வர போறல. ஏன்னா இருந்தா தானே வரும். மேக்சிமம் உங்ககிட்ட இருந்து வர பதில் சாரிமா. நீதி வேண்டும், நீதி வேண்டும், நீதி வேண்டும், நீதி வேண்டும், அனைவருக்கும் நீதி வேண்டும், நீதி வேண்டும், நீதி வேண்டும், அஜய் குமாருக்கு நீதி வேண்டும்,